ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. തേർഡ് മോഡ്യൂളിൽ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ആൻഡ് ഇത് 6 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ മോഡ്യൂൾ ഇപ്പോൾ ഓർഡറിലല്ല ഇടുന്നത്. ഇതിന് മുന്നേ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് സമയം കിട്ടുവാണെങ്കിൽ പിന്നീട് ഇടാം. ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ടാണ് ഈ ടോപ്പിക്സ് ആദ്യം ഇടുന്നത്. അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് പ്രോസസ്സറിന് ഡിഫറെൻറ്റ് വേസിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും ഫ്രം ദ മെമ്മറി. അപ്പോൾ ഡിഫറെൻറ്റ് വേസ് ദാറ്റ് എ പ്രോസസ്സർ ക്യാൻ ആക്സസ് ഡേറ്റ ആർ റെഫേർഡ് ടു ആസ് അഡ്രസ്സിംഗ് മോഡ്സ്. ഇതാണ് അഡ്രസ്സിംഗ് മോഡ്സിൻ്റെ ഡെഫിനേഷൻ. 6 മാർക്സിനൊക്കെ ചോദിക്കുമ്പോൾ ഈ ഡെഫിനേഷൻ മാത്രം എഴുതിയിട്ട് പിന്നെ 12 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഉള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ 5 അഡ്രസ്സിംഗ് മോഡ്സ് അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 4 ഇങ്ങനെ അവർ നമ്പർ തരും. അപ്പോൾ ഈ 12 മൊത്തം നമ്മൾ എഴുതേണ്ട ആവശ്യം വരത്തില്ലായിരിക്കും. അപ്പോൾ പഠിച്ച എന്തെങ്കിലും ഒരു 5 എണ്ണം എങ്കിലും ഫുൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ 6 മാർക്കിനൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് എക്സ്പ്ലെയിൻ 5 വിത്ത് എക്സാമ്പിൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതിലുള്ള 12 ടൈപ്സ് നമുക്ക് എഴുതേണ്ടി വരും. കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. അഡ്രസ്സിംഗ് മോഡ്സ് 12 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ്, തേർഡ് വൺ ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, ഫോർത്ത് വൺ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, ഫിഫ്ത്ത് വൺ register indirect addressing mode, sixth one displacement addressing mode, seventh one relative addressing mode, eighth one base register addressing mode, ninth one index addressing mode, 10th one auto increment addressing mode, 11th one auto decrement addressing mode and 12th one stack addressing mode. ഇത്രയാണ് അഡ്രസ്സിംഗ് മോഡ്സിൽ വരുന്നത്. ഇത് 1 by 1 ആയിട്ട് നോക്കാം. ഇത് ഫസ്റ്റ് വൺ ആണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സിൽ നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യത്തുള്ളൂ. മെമ്മറി ഇതിൽ യൂസ് ചെയ്യത്തില്ല. നമ്മൾ രജിസ്റ്റർ വെച്ചിട്ടാണ് എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്, ഡേറ്റാസെല്ലാം ആക്സസ് ചെയ്യുന്നത് രജിസ്റ്റർ വെച്ചിട്ട് മാത്രമാണ്. അതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇതിൽ ഒരു എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. മൂവ് R1, R2 MOV. ഇത് അസംബ്ലി ലാംഗ്വേജിലുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു കീവേഡാണ്. മൂവ് R2, R1 ഇതാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ R1ൽ ഏത് കണ്ടൻറ്റ് ആണോ ഉള്ളത് അതങ്ങനെ R2ലോട്ട് കോപ്പി ചെയ്യും. അപ്പോൾ R1ൽ ഒരു ചേഞ്ചസും വരത്തില്ല. R1ലുള്ള വാല്യൂ അങ്ങനെ എടുത്ത് നമ്മൾ R2ലാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ R2ൽ ഓൾറെഡി എന്തെങ്കിലും വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആവും. ചേഞ്ച് ആയിട്ട് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത പുതിയ വാല്യൂ ഏതാണോ അത് R2ലേക്ക് പോകും. ഇതാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഇതിൽ നമ്മൾ രജിസ്റ്റേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റർ മാത്രമാണ് ഡേറ്റാസെല്ലാം ആക്സസ് ചെയ്യാനും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള സെക്കൻഡ് വൺ ആണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നമ്മൾ മെമ്മറിയും യൂസ് ചെയ്യും, രജിസ്റ്റേഴ്സും യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇതിൽ ലോഡ് R1, 100 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ലോഡും അസംബ്ലി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. ലോഡ് R1, 100. ഈ 100 എന്ന് പറയുന്നത് ഒരു മെമ്മറി അഡ്രസ്സാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലോഡ് R1, 100 എന്ന് കൊടുക്കുമ്പോൾ ഈ 100 ആ ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടൻറ്റ് ഏതാണോ അത് ലോഡായി R1ലോട്ട് പോകും. ഇതാണ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ മെമ്മറി യൂസ് ചെയ്യത്തില്ല, രജിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ മെമ്മറിയും കൂടി യൂസ് ചെയ്യും. അപ്പോൾ എക്സാമ്പിൾ സിൻടാക്സ് ആണ് ലോഡ് R1, 100. അപ്പോൾ 100 എന്ന് പറയുന്നത് അഡ്രസ്സാണ്. 100 അഡ്രസ്സ് അതിൽ ഏത് കണ്ടൻറ്റാണോ ഉള്ളത് അത് അങ്ങനെ R1ലോട്ട് ലോഡായി കിട്ടും. തേർഡ് വൺ ആണ് ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കും. ഇതുവരെ പഠിച്ച രണ്ടിലും നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കത്തില്ല. മെമ്മറി ലൊക്കേഷൻസ് ആണ് കൊടുത്തത്. മെമ്മറി ലൊക്കേഷൻസ് അല്ലെങ്കിൽ രജിസ്റ്റേഴ്സാണ് കൊടുത്തത്. അതിൽ ഏത് കണ്ടൻറ്റാണോ ഉള്ളത് അത് ലോഡായി വരും, അല്ലെങ്കിൽ അത് കോപ്പി ആയി ഇതിൽ വന്ന് കിട്ടും. ബട്ട് ഇതിൽ നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൂവ് A, #5 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുമ്പോൾ വാല്യൂസ് കൊടുക്കുന്നത് ഹാഷ് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മൂവ് A, #5 ഇങ്ങനെ കൊടുക്കുമ്പോൾ #5 ഈ ഒരു വാല്യൂ നമുക്ക് എയിൽ മൂവായി കിട്ടും. ഈ ഒരു 5 A രജിസ്റ്ററിൽ നമുക്ക് കോപ്പിയായി കിട്ടും. ഇതാണ് ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കും. പിന്നെ ഉള്ളതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ മെമ്മറി ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഡയറക്റ്റ് എടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ഇതിൽ മൂവ് A, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1000H എന്ന് പറയുന്നത് അഡ്രസ്സാണ്. അപ്പോൾ മൂവ് A, 1000H എന്ന് കൊടുക്കുമ്പോൾ ആദ്യം ഈ 1000Hലോട്ട് പോവും. ഈ 1000Hലോട്ട് വേറൊരു അഡ്രസ്സ് കാണും. അതിൽ
പിന്നെ അവിടെ നിന്ന് ആ അഡ്രസ്സിലോട്ട് പോയിട്ട് അവിടെ ഏത് വാല്യൂ ആണോ ഉള്ളത്, അവിടെ ഏത് കണ്ടൻ്റ് ആണോ ഉള്ളത്, അതെടുത്ത് നമ്മൾ എയിൽ വയ്ക്കും. അതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. നമ്മൾ ആദ്യം ഇതിലുള്ള മെമ്മറി ലൊക്കേഷനിലോട്ട് പോവും. ആ ലൊക്കേഷനിൽ വേറെ ലൊക്കേഷൻ്റെ അഡ്രസ്സ് കാണും. അവിടെ നിന്ന് ആ ലൊക്കേഷനിൽ പോയിട്ട് അവിടെ ഏത് കണ്ടൻ്റ് ആണോ ഉള്ളത് അതെടുത്ത് ഇതിലോട്ട് മൂവ് ചെയ്യും. ഇതാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. നമ്മൾ അഡ്രസ്സ് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. ഇപ്പോൾ 1000H അല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ 1000H ഈ ലൊക്കേഷനിലോട്ട് പോവും. ഈ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ ഇവിടെ വേറെ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സ് കാണും, വേറെ അഡ്രസ്സ് കാണും. അപ്പോൾ ദെൻ നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ അഡ്രസ്സിലോട്ട് പോവും. അവിടെ പോകുമ്പോൾ ഒരു കണ്ടൻറ്റ് കാണും. ആ കണ്ടൻറ്റ് എടുത്ത് മൂവ് ചെയ്ത് നമ്മൾ എയിലോട്ട് കൊണ്ടുവരും. ഇതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് രജിസ്റ്റർ ഇൻഡയറക്റ്റ്. നമ്മളിപ്പോൾ ചെയ്തത് മെമ്മറി ഇൻഡയറക്റ്റ് ആണ്. അതിൽ മെമ്മറി അഡ്രസ്സ് കൊടുക്കും. മെമ്മറി അഡ്രസ്സിൽ പോയിട്ട് അവിടെ ഒരു ലൊക്കേഷൻ കാണും. ആ ലൊക്കേഷനിലുള്ള കണ്ടൻ്റാണ് കോപ്പി ചെയ്യുന്നത്. ഇനി രജിസ്റ്റർ അഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ മെമ്മറി ലൊക്കേഷൻ കൊടുക്കത്തില്ല, പകരം വേറൊരു രജിസ്റ്റർ കൊടുക്കും. ആ രജിസ്റ്ററിൽ ഏത് അഡ്രസ്സാണോ ഉള്ളത് അവിടെ പോയിട്ട് അതിലുള്ള കണ്ടൻ്റ് എടുത്ത് R1 വയ്ക്കും. അതിൻ്റെ സിൻടാക്സ് ആണ്, എക്സാമ്പിളാണ് ലോഡ് R1, ബ്രാക്കറ്റിൻ്റെ അകത്ത് R2. ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാൽ തന്നെ അത് ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ R2 പോവും. R2 വേറൊരു മെമ്മറി ലൊക്കേഷനോ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് കാണും. അതിൽ പോയിട്ട് അതിൽ ഏത് കണ്ടൻ്റാണോ ഉള്ളത് അത് ലോഡ് ചെയ്ത് ഈ R1 കൊടുക്കും. ഇതാണ് രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. നെക്സ്റ്റ് ഉള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ്സ്. ഇത് ആക്ച്വലി റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിൻ്റെ ഒരു ടൈപ്പാണ്. അഡ്രസ്സിങ് മോഡ്സ് 2 ടൈപ്പ് ഉണ്ട്. അബ്സല്യൂട്ട് അഡ്രസ്സിങ് മോഡുണ്ട്, പിന്നെ റിലേറ്റീവ് അഡ്രസ്സിങ് മോഡുണ്ട്. അബ്സല്യൂട്ട് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ ഡയറക്റ്റ് അഡ്രസ്സൊക്കെ കൊടുക്കും. അപ്പോൾ അതിൽ കാൽക്കുലേഷൻസ് ഒന്നും വരത്തില്ല. ഇനി റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കത്തില്ല. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ട് ഏതാണോ ആ ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിങ് മോഡ് ഒരു റിലേറ്റീവ് അഡ്രസ്സിങ് മോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇതാണ്: എഫക്റ്റീവ് അഡ്രസ് ഇസ് ഈക്വൽ ടു വാല്യൂ പ്ലസ് ആർ. ഇതാണ് ഇതിൻ്റെ ഒരു സിൻടാക്സ്. എഫക്റ്റീവ് അഡ്രസ് ഈക്വൽ ടു വാല്യൂ പ്ലസ് ആർ. ഇത് ആർ എന്ന് പറയുന്നത് രജിസ്റ്ററാണ്. അപ്പോൾ ഈ രജിസ്റ്ററിൽ ഏത് കണ്ടൻ്റാണോ ഉള്ളത് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആഡ് ചെയ്തിട്ട് അതിൽ ഒരു റിസൾട്ടൻ്റ് കിട്ടൂലേ, അതായിരിക്കും നമ്മളുടെ പുതിയ മെമ്മറി ലൊക്കേഷൻസ്. അതിലായിരിക്കും ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. ലൈക്ക് ആക്സസിങ്, റിട്രീവിങ്, സ്റ്റോറിങ്, അപ്ഡേറ്റിംഗ്, ഇങ്ങനെ എല്ലാം പെർഫോം ചെയ്യുന്നത് ഈ ഒരു പുതിയ ലൊക്കേഷനിലായിരിക്കും. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ്. റിലേറ്റീവ് അഡ്രസ്സിങ് മോഡും ഡിസ്പ്ലേസ്മെൻറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ ഒരു രജിസ്റ്ററാണ് കൊടുക്കുന്നത്. റെഫറൻസ് അതിൻ്റെ പാർട്ടിൽ ഒരു രജിസ്റ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റും നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആഡായി കിട്ടും. ഇത് റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ PC ആണ് യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ പ്ലസ് PC-യിൽ ഏത് കണ്ടൻ്റാണോ ഉള്ളത് ഇത് രണ്ടും ആഡായിട്ട് കിട്ടുന്ന എഫക്റ്റീവ് അഡ്രസ്സിലായിരിക്കും അടുത്ത ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത്. ഇതാണ് റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ്. റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് PC ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിനെ നമ്മൾ PC റിലേറ്റീവ് അഡ്രസ്സിങ് മോഡ് എന്നും പറയും. ഇതിൻ്റെ ഒരു സിൻടാക്സ് ആണ് JMP REL8. ഇത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ JMP സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജമ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ പോയിൻ്റർ കറൻ്റ്ലി പോയിൻ്റ് ചെയ്യുന്നത് PC-യിൽ നമ്മൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് അവിടെയായിരിക്കും നമ്മളുടെ PC പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 8 ബൈറ്റ്സ് പോവും. 8 ബൈറ്റ്സ് പോയിട്ട് കിട്ടുന്ന ലൊക്കേഷനിലായിരിക്കും ഇത് ജമ്പായി നിൽക്കുന്നത്. ഇറ്റ് ജംപ്സ് ടു എ മെമ്മറി അഡ്രസ് ദറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ആൻ ഓഫ്സെറ്റ് ഓഫ് 8 ബൈറ്റ്സ് ഫ്രം ദ കറൻറ്റ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ. ഇതാണ് റിലേറ്റീവ് അഡ്രസ്സിങ് മോഡിൻ്റെ ഒരു സിൻടാക്സും അതിൻ്റെ എക്സാമ്പിൾ. പിന്നെ 8th വണ്ണാണ് ബേസ് രജിസ്റ്റർ അഡ്രസ് മോഡ്. എക്സാമ്പിൾ മൂവ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് R+8, A. ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ നമ്മൾ ഇത് ആറായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രജിസ്റ്ററാണ്. അപ്പോൾ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് പ്ലസ് ഈ 8 ആഡായിട്ട് കിട്ടുന്ന എഫക്റ്റീവ് അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് എടുത്ത് എയിലോട്ട് കോപ്പി ചെയ്യും. ഇതാണ് നടക്കുന്നത്. ഇതാണ് ബേസ് രജിസ്റ്റർ അഡ്രസ് മോഡ്. നമ്മളൊരു രജിസ്റ്റർ കൊടുക്കും, അതിൻ്റെ കൂടെ ആഡ് ആക്കേണ്ട എന്തെങ്കിലും ഒരു വാല്യൂസ് കൊടുക്കും, എന്നിട്ട് അതിനെ എടുത്ത് വേറെ എന്തെങ്കിലും രജിസ്റ്റർ ഓർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് ഉള്ളത് ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡ്സ് ആണ്. ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അറേ എലമെൻറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ആണ് മൂവ് R1 + RI, R used to access elements in arrays which are stored in memory at consecutive locations.
പിന്നെ ഉള്ള 10th ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ്. ഈ ഓട്ടോ ഇൻക്രിമെൻറ്റിൽ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിലുള്ള വാല്യൂ ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടൻറ്റ് കിട്ടൂലേ, ആ കണ്ടൻറ്റിനെ എടുത്ത് അടുത്ത ഓപ്പറേഷൻ്റെ അഡ്രസ്സായിട്ട് കൊടുക്കും. അതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റ്. ഓട്ടോ ഇൻക്രിമെൻറ്റിൽ ആദ്യം രജിസ്റ്ററിലുള്ള ഒരു വാല്യൂ, കണ്ടൻറ്റിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. ഇൻക്രിമെൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടൻറ്റിനെ നമ്മൾ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യും. അതിൻ്റെ ഒരു എക്സാമ്പിൾ സിൻടാക്സ് ആണ് മൂവ് R0, R2 ബ്രാക്കറ്റിൻ്റെ അകത്താണ് R0, ബ്രാക്കറ്റിൻ്റെ അകത്ത് R2 പിന്നെ പ്ലസ്. ഇതാണ് ഓട്ടോ ഇൻക്രിമെൻറ്റിൻ്റെ ഒരു സിൻടാക്സ്. ദെൻ 11th ഒന്നാണ് ഓട്ടോ ഡിക്രിമെൻറ്റ് അഡ്രസ്സിങ് മോഡ്. നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിൻ്റെ വാല്യൂ ആദ്യം ഡിക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സായിട്ട് യൂസ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ സിൻടാക്സ് ആണ് ഒരു എക്സാമ്പിൾ സിൻടാക്സ് ആണ്. ഇതിന് ഈ സിൻടാക്സ് തന്നെ വേണമെന്നില്ല, ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തതാണ്. മൂവ് -R0, R1 രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ആവും, എന്നിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ടൻറ്റിനെ നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സായിട്ട് യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് സ്റ്റാക്ക് അഡ്രസ്സിങ് മോഡ്. സ്റ്റാക്ക് അഡ്രസ്സിങ് മോഡിൽ ഇത് നമ്മൾ നോർമലി ഡേറ്റ സ്ട്രക്ചറിലൊക്കെ പഠിക്കുന്ന സ്റ്റാക്ക് പോലെയാണ്. ഇതിൻ്റെ എക്സാമ്പിൾ സിൻടാക്സ് ആണ് പുഷ് R. ഇത്രയേ ഉള്ളൂ അഡ്രസ്സിങ് മോഡ്സ്. ഞാൻ പഠിക്കുമ്പോൾ എഴുതിയ നോട്ട്സ് വെച്ചിട്ടാണ് വീഡിയോ റെഡിയാക്കിയത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഓർ എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. Thank you.